ആവശ്യമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ ആ വിധത്തിൽ യേശുവിന്റെ ഒരു അനുയായിയായിട്ട് നമ്മളോട് പെരുമാറും. Do you think you will pretend when you go to the office? അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓഫീസിൽ പോയി അഭിനയിക്കുമോ? Do you have to fake it in front of them? മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു തെറ്റായ വേഷം കെട്ടണം. You want to have a face mask when you go to the office if you are upright that I am a disciple? ഞാനൊരു ശിഷ്യനാണെങ്കിൽ ആ ഒരു മുഖംമൂടിയും വെച്ചോണ്ട് വേണം ഞാൻ ഓഫീസിൽ പോകാൻ. അങ്ങനെയാണോ നമുക്ക് തോന്നുന്നത്? No, we have no worries. You just go in and say I'm a Christian, and that's how clear-minded you will be when your mind is filled with Christ. എന്നിട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ ക്രിസ്തുവാൽ നിറയപ്പെടുന്ന സമയത്ത് നമ്മൾ എവിടെ പോയാൽ നമ്മൾ പറയും ഞാൻ യേശുവിന്റെ ഒരു ശിഷ്യനാണ്. നമുക്ക് വേഷം കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. You know, would you feel bad if somebody asked you, did you read your Bible? നമുക്ക് ഒരു കുറ്റബോധം തോന്നാറുണ്ട്. ആരെങ്കിലും നമ്മളോട് ചോദിക്കാം നീ ബൈബിൾ വായിച്ചോ? Do you feel bad? നമുക്ക് തോന്നാറുണ്ടോ മോശമായിട്ടതിനെ കുറിച്ച്? Why? Why do you feel bad? എന്തുകൊണ്ടാണ്? As a disciple, you're supposed to read your Bible. As simple as that. എന്നൊരു ശിഷ്യൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വചനം വായിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. There's no doubts about reading your Bible every day. എല്ലാ ദിവസവും വചനം വായിക്കണം. ആ കാര്യത്തിൽ സംശയത്തിന്റെ ഇടമില്ല. So when you are reading your Bible, you're not stressed out. You're not worried. You are very clear that this is who I am. I'm a Christian. I read my Bible. എന്നാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും ഒരു ശിഷ്യനാണ് ഈ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയാനിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം ഞാൻ വായിക്കും. നമ്മളത് വായിക്കുവാൻ ആഴത്തിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവും. If somebody asks me, did you read your Bible? I'm like, how dare you ask me how you read the Bible? ഞാനെങ്കിലും I'm a Christian. എന്നോട് ചോദിക്കുകയാണ് നീ ബൈബിൾ വായിക്കാറുണ്ടോ? അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എവിടുന്ന് ധൈര്യം കിട്ടി? ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ലേ? It's like asking, did you brush your teeth? അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പല്ല് തേച്ചോന്ന് ചോദിക്കുന്ന പോലെയാണ്. You're like, something's wrong with my mouth, right? I'm stinking. Maybe that's why. എന്നാൽ ആ സമയത്ത് നമ്മളെന്ത് വിചാരിക്കും? എന്റെ വായിൽ നിന്ന് വല്ല നാറ്റം വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത് പല്ല് തേച്ചോ? You are a Christian. You're supposed to read the Bible. It's nothing difficult about it. എന്നാൽ നമ്മളൊരു ശിഷ്യൻ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ ദൈവവചനം വായിക്കും. That is your mindset. അത് നമ്മുടെ മനോഭാവത്തിന്റെ കാര്യമാണ്. The next one is, do you know your purpose? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം. Jesus knew his purpose very well. യേശുവിനുള്ള വ്യക്തമായിട്ട് അറിയാവുന്ന അവരുടെ ജീവിത ലക്ഷ്യം എന്താണ്? You know what was his purpose? എന്തായിരുന്നു യേശുവിന്റെ ലക്ഷ്യം? This is what he said. യോഹന്നാൻ 8-ാം വാക്യങ്ങളിൽ പറഞ്ഞു, യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. Amen. Jesus knew where he came from, where he is going. Do you know where you came from? Do you know where you're going? Do you know your purpose? യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം താൻ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകുന്നത്. നമുക്കറിയാമോ നമ്മൾ എവിടുന്നാ വന്ന് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ജീവിത ലക്ഷ്യം നമുക്കറിയാമോ? If you do not know, or if you have doubts, ask your children, what is my purpose? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം അറിയില്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കുക എന്റെ ജീവിത ലക്ഷ്യം എന്താ? They exactly will tell you what your purpose is. അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ My daddy, mommy are focused on making money and building a big house. എന്നാലും അവര് പറയും എന്റെ ഡാഡിയും മമ്മിയും പണം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് അയൽവക്കത്തെ വീടിനേക്കാൾ 1 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള ഒരു വീട് വെക്കുന്നതിനെ. It's nothing wrong again, but let me tell you, that's your purpose, because they know your purpose, because that's what you keep talking to your children. കാരണം അതിനകത്ത് തെറ്റുണ്ടെന്നല്ല, വീട് വെക്കുന്നതിന് തെറ്റൊന്നുണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷെ എന്താ അറിയോ, എപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് അറിയാം എന്താ നിങ്ങളുടെ ജീവിതം. Their mind has changed because you've been talking about it. Metanoia. You're changing the mind by you telling what purpose you are living for. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അല്ലേ? മാനസാന്തരത്തെ കുറിച്ച്, മനസ്സിന്റെ അന്തരം. When Jesus was 12 years old, he had his conviction. Let's see what he has. യേശുവിന് 12 വയസ്സ് പ്രായമുള്ള സമയത്ത് പോലും യേശുവിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ലൂക്കോസ് 2-ാം വാക്യത്തിൽ അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. How old was he? Just 12 years old. And he knew exactly what he has to do. 12 വയസ്സുള്ള ഒരു ബാലന്റെ കാര്യം പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായ ധാരണ യേശുവിനുണ്ടായി. No, that is Jesus. He's Son of God. No. It's the way you take care of your children is how their mindset will be. എന്നൊക്കെ നമ്മൾ പറയുന്നത് യേശുവാണ് ദൈവത്തിന്റെ പുത്രനാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണോ വളർത്തിക്കൊണ്ടുവരുന്നത്, അവരിലേക്ക് എന്താണോ നമ്മൾ ഏൽപ്പിക്കുന്നത്, അതാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. In Joshua says that as for me and my household, we will worship or serve the Lord.
യോശുവ പറയുകയുണ്ടായി, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. So he says, will serve the Lord. He doesn't say may serve the Lord. കാരണം അദ്ദേഹം പറഞ്ഞില്ല ഒരു പക്ഷേ ഞങ്ങൾ ദൈവത്തെ സേവിക്കുമായിരിക്കും, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. And I wanted to think about this for a moment. Do you say that you can say, as for me and my household, we will make sure we will serve the Lord. Not me alone, me and my household. ഇത് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? എന്നെയും എന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ ഉറപ്പ് വരുത്തും, ഞങ്ങൾ എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാവരും ദൈവത്തെ സേവിക്കും. This is not about forcing your children to serve the Lord. It is of changing the mindset right from the small age. Changing them to start loving the Lord is what God wants us to do. That's metanoia. എന്നാൽ അവരെ കൊണ്ട് ബലപ്രയോഗം നടത്തി മീറ്റിംഗിന് കൊണ്ട് ഇരുത്തുക, അല്ലെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചല്ല. നമ്മൾ അവരെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നതിന്, ദൈവത്തെ ആശ്രയിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുക. എന്നാൽ മനസ്സിലുണ്ടാകുന്ന ഒരു അന്തരം, മനസ്സാന്തരം എന്ന് പറയുന്നത് അതാണ്. It is not using the time of devotional or prayer time to tell them what they did wrong, but using the time from the small age every day to teach what Jesus taught us to do. അതുപോലെ നമ്മളൊരു വീട്ടിലൊരു പ്രാർത്ഥനാ സമയത്ത് കടന്നു വരുമ്പോൾ മാത്രം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുന്നത്, എന്തൊക്കെയാണ് തെറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് പറയുന്നതല്ല. ചെറിയ പ്രായം മുതലേ അവരുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ വചനപ്രകാരം സംസാരിച്ച് അവരുടെ മനസ്സിൽ ശരിയായിട്ടുള്ളതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥമായ കാര്യം. What do you mean by devotional? എന്താണ് ഈ ഡിവോഷണൽ പ്രാർത്ഥനാ That സമയം? means we are devoted to something with the family, with God. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കുടുംബത്തെ ആ ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് ദൈവത്തിന് വേണ്ടിയിട്ട്. The Jews always had the devotional time. They had this family time every night. It was like a communion. They broke bread, they drank wine every single day. That's what their tradition. യഹൂദന്മാരുടെ പാരമ്പര്യം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് വന്ന് അപ്പം നുറുക്കുന്ന, നമ്മളിത് കാണുന്ന കമ്മ്യൂണിയൻ പോലത്തെ ഒരു സമയം അവരുടെ ജീവിതത്തിലുണ്ട്. It is hard to break them away from the tradition, family tradition. അവരുടെ ആ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് അവരെ വലിച്ചു മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ ഉറച്ചിരിക്കുന്നവരവര്. And that is what keeps your family strong. That's a biblical way of keeping your family saying, I and my household will serve the Lord. ഈ വിധത്തിലാണ് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. നമുക്ക് പറയാൻ സാധിക്കും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. It's amazing what children will do when you are devoted to them regularly. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവർ ചെയ്യാൻ പോകുന്ന അതിശയകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. In the last 1 year we had 10 Kingdom kids getting baptized in Coimbatore. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലായിട്ട് കോയമ്പത്തൂര് 10 KKC വന്നുകൊണ്ടിരുന്ന കുട്ടികൾ സ്നാനം എടുക്കുകയുണ്ടായി. And we started the English ministry 2 years ago, and now you leave them, they will have their own church service without the help of anybody. 2 വർഷം മുമ്പാണ് ഈ KKCയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു കാര്യം ആരംഭിച്ചത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായവും ഇല്ലാതെ വേണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സൺഡേ സർവീസ് My wife and I are going to Colombo. They took care of the Sunday service right from the start to the end, and we have 2 services, morning 8:30 to 9, and then we have a 10 o'clock service. Morning will be English, 10 o'clock will be Tamil. Let me tell you, they doing a better job than the Tamil service. കഴിഞ്ഞിടയ്ക്ക് തന്നെ ബോണും റാണിയും കൂടെ കൊളംബോയിലേക്ക്, ശ്രീലങ്കയിലേക്ക് പോകാനിടയായി. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ KKCയിൽ വന്ന് ശിഷ്യരായിട്ടുള്ള കുട്ടികളാണ് അവിടുത്തെ സർവീസ് നടത്തിയത്. അതായത് 8:30 തൊട്ട് ഇംഗ്ലീഷ് സർവീസും 10 മണിക്ക് ശേഷം തമിഴ് സർവീസുമാണ്. ക്യാമ്പസിലേക്ക് വന്ന കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഈ കുട്ടികൾ. So what I'm trying to tell you, I'm trying to help you see your children's mind change. നമ്മുടെ കുട്ടികളുടെ മനസ്സിന് വരാൻ സാധിക്കാവുന്ന മാറ്റത്തെ കുറിച്ച് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. Do you use the word Jesus in your house daily, often? നമ്മൾ യേശുവിന്റെ നാമം എത്ര പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കുട്ടികളുടെ? Yes, we say Jesus name we pray.
നമ്മൾ പറയും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആ കാര്യമല്ല പറയുന്നത്. But Jesus' name is highest name. It's great name. The more they hear Jesus' name, the more their mind is going to change. It's metanoia in your house. Devote yourself to teaching of Jesus to your disciples, to your children. നമ്മുടെ കുട്ടികളോട് യേശുവിന്റെ പഠിപ്പിക്കലുകളാണ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മുടെ ഭവനങ്ങളിൽ യേശുവിന്റെ നാമമാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. സർവ്വനാമത്തിനും മേലെയുള്ള ശക്തമായ നാമമാണ്. ആ നാമത്തെ പ്രതി വേണം ജീവിക്കാനായിട്ട്. The third one is, do you think that God is with you? നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്? You're like, yes, God is with me, amen. I know it in Matthew 28:18-20, amen. ഒരു വർഷം മത്തായി 28:18-20 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ കാലത്തോടും. But you know what Jesus says? This is what Jesus says. യേശു എന്താ പറഞ്ഞത്? യോഹന്നാന്റെ 16-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ, നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. Amen. Do you feel lonely? You're not a disciple. Do you feel lonely? You're not a Christian. Because Jesus says, Father is always with me. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് തോന്നുകയാണ്, ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. അങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനി അല്ല. യേശു പറഞ്ഞതാണ്, എന്റെ പിതാവ് എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. Nobody loves me. John does not smile at me. Jasmine does not give me a hug. You know, those kind of feelings is just says you're not a disciple. Jesus says, you all leave me and go. But Father is with me. Amen. You all leave me and go. My Father is with me. Is that how you feel? എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ ഒരു കാര്യം എന്ന് പറയുന്നത്? മൈക്കിന്റെ ബാറ്ററി എന്നാലും നമുക്കൊരു ബോധ്യമുണ്ടോ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കാര്യം? എന്നാലും നമ്മൾ ചർച്ചിലേക്ക് ഒരു വിചാരിക്കുക, ജോൺ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അപ്പുറത്തൂടെ പോയി, അല്ലെ ജാസ്മിൻ എന്റെ അടുത്ത് വന്നിട്ട് ഹഗ് ചെയ്തില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയെ അല്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം. പിന്നെ ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? യേശുവിന് ഈ ഒരു തത്വം എവിടുന്നാ കിട്ടിയത്? ദൈവം എന്നോടൊപ്പം ഉണ്ട്. എന്താ ചെയ്തത്? ഇവിടെ പറയുന്നത് എന്താണ്? അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. Sorry, it's a different verse. Okay, but Jesus often withdrew to lonely places and prayed. Amen. യേശു പലപ്പോഴും വിജനമായ സ്ഥലത്തേക്ക് പോയി തനിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. I mean, that's the mindset Jesus had. Every time, often, he just moved to place, pray. യേശു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകും, അവിടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കും. As Christians, we are expected to pray 1 hour every day as a young Christian, right? നമ്മൾ ക്രിസ്ത്യാനികളായ സമയം, ശിഷ്യരായ സമയത്ത് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം നമ്മൾ. That's what I thought. I did it for a long time. ഒരുപാട് നാളെ ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം. I became tired after that. അതിനുശേഷം ക്ഷീണിതനായി 1 മണിക്കൂർ പ്രാർത്ഥനയെ കുറിച്ച് ഓർത്ത്. But when I looked into the Bible, it doesn't say pray an hour, it says pray continually. ബൈബിളിലേക്ക് നോക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞില്ല 1 മണിക്കൂർ പ്രാർത്ഥിക്കും, ഇവിടെ പറഞ്ഞ നിരന്തരം പ്രാർത്ഥിക്കണം. And I wanted to understand how to pray continually. Take time off, slip away. Another translation, slip away and go and pray. നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. എപ്പോഴും ഇടയ്ക്കൊക്കെ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് നിന്ന് മുങ്ങി അവിടെ പോയി പ്രാർത്ഥിക്കുക. Jesus had these crazy prayers. യേശുവിന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വളരെ ഭ്രാന്തമായിട്ടുള്ള പ്രാർത്ഥനയാണ്. Jesus also asked us to pray crazy prayers. യേശു നമ്മളോടും പറഞ്ഞിരിക്കുന്നു ഇതുപോലെ ഭ്രാന്തമായിട്ടുള്ള പ്രാർത്ഥനകൾ വേണമെന്നാ. You know what he prayed? God, with this 5 bread and 2 fish, help me to feed 5,000 people. What a crazy prayer. യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, ഈ 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. God, help me to open this blind person's eyes. ദൈവമേ, ഈ അന്ധന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി സഹായിക്കണമേ. That's a crazy prayer. അത് ഭ്രാന്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ? And then he said, God, help me to raise up this person who's dead for 4 days. Raise him up. 3 ദിവസം മുമ്പ് 4ാമത്തെ ദിവസമായി മരിച്ചു കഴിഞ്ഞിട്ട് ചീഞ്ഞു നാറുന്ന ഈ മനുഷ്യനെ ഉയർപ്പിക്കണമേ. ഭ്രാന്തമായ പ്രാർത്ഥനയല്ലേ? And then he tells us, if you tell this mountain to pick it up self and fall into the sea, it will happen for you. And he's telling us to pray those crazy prayers. യേശു നമ്മളോട് പറഞ്ഞെന്താണ്? ഈ മലയോട് ഇവിടുന്ന് പൊങ്ങിയിട്ട് സമുദ്രത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ അതുപോലെ നടക്കും. യേശു പറഞ്ഞെന്താ? ഭ്രാന്തമായ പ്രാർത്ഥനയെ കുറിച്ചാണ്. If you are too busy to
pray those crazy prayers, that means we are not getting the blessing that God wants to give us. എന്നാലും ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ലെന്നാണ് നമുക്ക് ഈ തരത്തിലുള്ള ഭ്രാന്തമായ പ്രാർത്ഥനകൾ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം. So when should the connection with God start? എന്നാൽ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത് The beginning, right from the small, right from the day start. As soon as you get up from the bed, what do? എന്നാലും നമ്മൾ ആ കിടക്കയിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? We usually go have a cup of coffee. സാധാരണയിൽ എന്താണ് രാവിലെ ചായ കുടിക്കും. The women will go to the kitchen and make all the food. സ്ത്രീകളാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോകും, പ്രഭാത ഭക്ഷണങ്ങളൊക്കെ ഒരുക്കും. You know, the thing that God wants, the first mindset, I want to pray, read my Bible. I want to know what Jesus has to say. Even if it's 2 verses or 3 verses, read your Bible even before you get off the bed and set your foot on the ground. എന്നാലും നമ്മൾ നമ്മുടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് നമ്മുടെ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് അറിയാനായിട്ട് ദൈവത്തിലേക്ക് നോക്കുക, ദൈവത്തോട് സംസാരിക്കുക, പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. That will change your mind. അത് നമ്മുടെ മനസ്സിനെ മാറ്റും. That will change your mind because He's speaking to you first in the morning. അത് നമ്മുടെ മനസ്സിനെ മാറ്റും. എന്തുകൊണ്ടാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനോട് ഇടപെടുന്ന ദൈവമാണ്. I'm not saying you have a big quiet time before you even get into the bathroom. I know in the morning you have to go to the bathroom. Even before that, fill your mind with Christ's words. That will change your mind. I've done it and I've changed my mind. Not completely, but it is changing my mind. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാത ക്രിയകൾ ചെയ്യാനായിട്ട് നമ്മുടെ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൽ നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് കേൾക്കുക, ദൈവത്തോട് സംസാരിക്കുക. അത് നമ്മുടെ മനോഭാവത്തെ മാറ്റും. ഓൾറെഡി തന്നെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്, ഇനിയും മാറാനുണ്ട്. ആ ഒരു ജൈത്രയാത്ര തുടരും. Another thing that know how you control your mind is, well, you ask this question: do you allow God to control your mouth? നിങ്ങളുടെ വായെ നിയന്ത്രിക്കാൻ നിങ്ങൾ ദൈവത്തെ അനുവദിക്കാറുണ്ടോ? Amen. This is something that's interesting, right? Okay. The way your mind goes, your mouth also speaks. നമ്മുടെ മനസ്സ് എവിടെ പോകുന്നു അത് തന്നെയായിരിക്കും നമ്മുടെ നാവും സംസാരിക്കുന്നത്. Okay. John chapter 12 verse 49. യോഹന്നാന്റെ 12-ാം അധ്യായത്തിൽ 49-ാമത്തെ വാക്യം, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. Wow. What to say and how to say. Amen. This is exactly what you need to ask God. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. And I want you to think about it. When you open your mouth, what do you speak? It's from God. Amen. But do you allow God to control your mouth, or do you have your own mindset? നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് എന്താണ്? ദൈവത്തെ നമ്മൾ അനുവദിക്കാറുണ്ടോ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനായിട്ട്? How many of you feel when you spoke sometimes you got into trouble because the words that you spoke? നമ്മൾ പലപ്പോഴും സംസാരിച്ച വാക്കിനാൽ നമ്മൾ കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നത്തിലായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മുടെ വാക്കുകൊണ്ട് പ്രശ്നത്തിൽ ചാടി. One another, especially husband, wife, children, we say something stupid and then we get into trouble. They rebuke us back, we rebuke them back, and everything starts and goes back. നമുക്കറിയാമല്ലേ, ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും മാതാപിതാക്കളായാലും എല്ലാവരും നമ്മൾ വിഡിത്തമായിട്ടുള്ള എന്തെങ്കിലും നാവിൽ ഉച്ചരിക്കും, അതിനെ ചൊല്ലി തർക്കമാകും, പ്രശ്നമാകും, ആകെ താറുമാറാകും. What's the difference between a mad person and a normal person? ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. What's the difference? എന്താ വ്യത്യാസം? We all have the same thoughts. നമുക്കെല്ലാം ആ വ്യക്തിയും ഈ വ്യക്തിയും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയാണ്, അല്ലേ? Right? But we don't talk everything what comes in our mind. പക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യവും നമ്മൾ സംസാരിക്കാറില്ല. We have some control. അല്ലേ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മനസ്സിലാക്കി തീരുമാനിച്ചേ പറയൂ. You have to mind your mind. So your mind has problems. So the same mind will control that mind and tell you not to speak those words, because if you speak the words, you become what? A mad person. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ ഒന്ന് മൈൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം, എന്നിട്ട് വേണം സംസാരിക്കാനായിട്ട്. So Jesus said, my Father commanded me, that's why I will speak. And that should be your mind. I know it's not easy. Yeah. You have to practice it. Am I speaking God's words? Am I speaking my own words? That's the question that you keep asking yourself, and
I believe it will change your attitude. അത് യേശു പറഞ്ഞ കാര്യം എന്താണ്? എന്റെ പിതാവ് എന്നോട് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ ഞാൻ സംസാരിക്കൂ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണോ, അതോ നമ്മൾക്ക് ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അതുപോലെയാണോ നമ്മൾ സംസാരിക്കുന്നത്? The next question you got to ask yourself, do you please Christ or everyone? ഇന്ന് നമ്മൾ ക്രിസ്തുവിനെയാണോ പ്രീതിപ്പെടുത്തുന്നത് അതോ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? This is the hardest thing. We all want to please God, please others, and that's what gets us into trouble. നമുക്ക് മറ്റുള്ളവരെ എല്ലാം പ്രീതിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയാ പലപ്പോഴും പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത്. You're getting tired, you lose sleep because you want others to be happy. എന്നാലും നമ്മൾ പലപ്പോഴും എന്താണ് ആകെ നിരാശയിലാകും, തളർന്നു പോകും. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെന്ന് എപ്പോഴും നമ്മുടെ ആഗ്രഹം. You will not be worried about pleasing others when you are just able to please Christ. ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ആകുലപ്പെടത്തില്ല. And I want you to think about why do you have pleased Christ? And there's a reason you please Christ, because He's the only person who died for you. Does it make sense? എന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ മാത്രം പ്രീതിപ്പെടുത്തണമെന്ന് പറയുന്നത്? കാരണം നമുക്ക് വേണ്ടി മരിച്ച വേറെ ആരുമില്ല, ക്രിസ്തു മാത്രമേ ഉള്ളൂ. And I want you to think for a moment whether it is the right thing to please Christ or please others. You cannot have two masters. That's what Jesus said. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് രണ്ട് യജമാനന്മാരുണ്ടാകാൻ സാധ്യമല്ല. നമ്മൾ ക്രിസ്തുവിനെയാണോ പ്രീതിപ്പെടുത്തുന്നത് അതോ നാട്ടുകാരെ മുഴുവൻ പ്രീതിപ്പെടുത്തുന്നതാണോ? നമ്മൾ ചിന്തിക്കുക ആരെയാ പ്രീതിപ്പെടുത്തേണ്ടത്? I want to please my sons, my daughters. If I am too hardline with them, then they will think bad about me. So I will let them do whatever they want to do. എന്നാൽ ഞാൻ എൻ്റെ എന്താ പറയുന്നത് ആൺമക്കളെ അതുപോലെ പെൺമക്കളെയും അവരെ ഞാൻ ഇങ്ങനെ എന്താ പറയുക പ്രീതിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ അവരെ പ്രീതിപ്പെടുത്തുന്നില്ലെങ്കിൽ അവരെന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ തെറ്റായിട്ട് കാണും. അതുകൊണ്ട് ഞാൻ അവരെ അവരുടെ ഇഷ്ടമുള്ള വഴിക്ക് We kept a tradition from the small age. We had a family devotion. We never slipped from our family devotions. That became a tradition. They knew that is what will happen every day. Even if there's no food, family devotions will happen. പല ആവൃത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ വീട്ടിലെ ഫാമിലി ഡിവോഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ പ്രായമുള്ളപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും അത് നിന്നിട്ടില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതൊരു പാരമ്പര്യം പോലെയായി. അവർക്കറിയാം എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടാവും, അതിന് മാറ്റമില്ല. Even when they're gone, my wife and I, we pray every day in the morning, and when they call us, we end with the prayer. Either they pray or I pray. We pray before we finish our conversation. കാരണം എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ റാണി ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം മക്കൾ ഫോണിൽ വിളിക്കും. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ അവർ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഇവർ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. I know some of the times they said, no, I don't want to pray. ചില സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്. I say, okay, fine. Call me back as soon as you are ready to pray. ആ സമയത്ത് പറയും ഓക്കെ സാരമില്ല, നിനക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു മനസ്സ് തോന്നുന്ന ആ സമയത്ത് ഞങ്ങളെ വിളിക്കുക. I'll be waiting for you. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. They know prayer is not a bad thing to do. We expect them to pray, expect them to read the Bible. That is not an excuse. We let them make. Coming to the church is not an excuse they can make. You're not trying to tell them bad things to do. As for me and my household, we will serve the Lord. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് ഒരു വഴി കണ്ടെത്താൻ സാധ്യമല്ല. അവരുടെ ജീവിതത്തിൽ ബൈബിൾ വായിക്കാതിരിക്കാനായിട്ട് വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ പാടില്ല. സഭയിൽ വരാതിരിക്കാൻ വേറെ വഴി കണ്ടുപിടിക്കാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ ഇത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പറയുന്നത് എന്റെ കുടുംബത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ യഹോവയെ സേവിക്കും. Now, let's go to the next scripture. Okay, Matthew 3:17 it says. മത്തായിയുടെ 3:17 വാക്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ശബ്ദത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. Amen. That is what it is. I want you also to feel the same way God is feeling towards Jesus. ദൈവത്തിന് യേശുവിനോട് തോന്നി അതേ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. When did that happen? When he was got baptized, God said, I am pleased with my son. യേശു സ്നാനം സ്വീകരിച്ച ആ ഒരു സമയത്താ പറഞ്ഞത് ഞാൻ എന്റെ പുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. And that's what you're waiting for. അതിനുവേണ്ടിയാണ് കാത്തിരുന്നത് പിതാവ്. And I want you to understand, you are waiting for your children to get
baptized and remain faithful. എന്നിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ കുട്ടികൾ സ്നാനം സ്വീകരിച്ച് അവർ വിശ്വസ്തരായിട്ട് നിലനിൽക്കാനാണ്. And praise God that my children are faithful. Not only they become fruitful many times. അപ്പോൾ വളരെ സന്തോഷമുണ്ട് മക്കളെ കുറിച്ച് ഓർത്ത് വിശ്വസ്തരായിട്ട് നിലനിൽക്കുക മാത്രമല്ല മറ്റ് പലരെയും പല ആവർത്തി സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 4 years ago, my son invited somebody to the church. Last month, the person came and got baptized. 4 വർഷങ്ങൾക്ക് മുമ്പാണ് പോളുടെ മകൻ ഒരാളെ സഭയിലേക്ക് ക്ഷണിച്ചത്. 4 മാസം മുമ്പ് അദ്ദേഹം സ്നാനം സ്വീകരിക്കുകയുണ്ടായി. Because we talk about it. Who did we bring? Who did he take them to the church? We still talk to them. Why? Because that's our purpose. As for me and my household, we will serve the Lord. കാരണം ഇപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ ആരെയാണ് സഭയിലേക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാ? കാരണം അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. കാരണം എന്നെയും എന്റെ കുടുംബത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ള ഒരു ഉടമ്പടി. I'm not ashamed of doing God's work. I'm not ashamed to tell my children to do God's work. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ തനിക്ക് ലജ്ജയില്ല. തന്റെ കുട്ടികളോട് ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് പറയുന്നതിൽ ലജ്ജയില്ല. But the problem is we need God's power. So do you have God's power? ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ശക്തിയുണ്ടോ? ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? What kind of power that God is talking about? This is what Jesus said. എന്ത് തരത്തിലുള്ള ശക്തിയെ കുറിച്ചാണ് ദൈവം പറയുന്നത്? യേശു ഇതാണ് പറഞ്ഞത്. യോഹന്നാന്റെ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നത് അല്ലാതെ പുത്രന് സ്വതമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. That's amazing. He said, how can I do it with my strength? I need God to do those things. യേശു പറയുന്നതാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എനിക്ക് എന്റെ പിതാവിന്റെ ശക്തി വേണം. And that is the truth with all of us. We cannot do anything by ourselves. We cannot raise our children up. We cannot make them into disciples. It's impossible because we don't have the power. Only God can help us do so. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ കുട്ടികളെ ആത്മീയരാക്കുവാനോ ഒരു ശിഷ്യരാക്കുവാനോ അതിൽ നിലനിർത്തുവാനോ നമുക്ക് സ്വയമേ സാധ്യമല്ല. ദൈവത്തിനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. Now God knows exactly what's going on in our minds. നമ്മുടെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. When I came to Kerala, I had long hair. ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നീണ്ട മുടിയായിരുന്നു ഉണ്ടായത്. Much longer than Jasmine's. ജാസ്മിന്റെ ഇപ്പോഴുള്ള മുടിയെക്കാട്ടും നീളം ഉണ്ടായിരുന്നു. And then I think one of the sisters felt like I had too long hair and she didn't want to come to the church. Is that true? You don't know that? Okay. That's what happened. That's how long a hair I had. ഞാൻ പോളിന്റെ നീണ്ട മുടി കണ്ടിട്ട് ഒരു സഹോദരി സഭയിൽ വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ വരാതായി. ഇത്രയും മുടിയുള്ള. And some of you thinking, no, I don't think so. You had such long hair. നമ്മളിൽ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും തലയിലോട്ട് നോക്കിയിട്ട് ഇത്രയും നീളമുള്ള ഒരു മുടി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? He also does not trust me. The truth is, God knows every hair where it fell. ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ തലയിൽ ഉണ്ടായിരുന്ന ഓരോ മുടി എവിടെയാണ് വീഴുന്നത്. Because God has counted the hair. കാരണം നമ്മുടെ തലയിൽ നിന്ന് വീഴുന്ന മുടി പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവം. If he is interested in the hair, how much more he is interested in what's going on inside the hair? ഇന്നലെ തലയുടെ മുകളിലിരിക്കുന്ന മുടിയുടെ കാര്യത്തിൽ പോലും ദൈവം എത്ര ശ്രദ്ധാലുവായിട്ട് ഓരോന്നും എണ്ണുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കടന്നു പോകുന്ന ചിന്തയുടെ കാര്യം. You got to allow God to speak through your mind to your children, to your disciples, not you. That's where the power comes. And you want to ask God, how can I do it? Just ask God. He says, if you want wisdom, ask God and he will give you. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ കുട്ടികളോടും നമ്മുടെ ശിഷ്യന്മാരോടും സംസാരിക്കാൻ വേണ്ടി ദൈവത്തെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നമുക്ക് സ്വയമേ ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തോട് ബൈബിളിൽ പറയുന്നതാണ്, ആർക്കെങ്കിലും ബുദ്ധിക്ക് കുറവുണ്ടാവും ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ ഔദാര്യപൂർവ്വം തരും. ദൈവത്തെ അനുവദിക്കുക. How many of you want power of healing others? നമുക്ക് എത്ര പേർക്ക് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തി വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്? If you have the healing, you'll be so happy. I can heal so many people. I know so many people are suffering. I can heal them. നമ്മൾ വിചാരിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ രോഗികളായിട്ടുള്ളവരുണ്ടല്ലേ, അവരെ ഒന്ന് സൗഖ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. How many of you feel like you are? നമ്മൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ശക്തി കിട്ടിയിരുന്നെങ്കിൽ? And others are just lying. ബാക്കിയുള്ളവർ കൈപോക്കിയില്ലെങ്കിലും മനസ്സിലാക്കാൻ നുണ പറയുക. You're too hard like that. I'm just joking. Yeah, we all want to heal others. Do you know all of us can heal others? നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തണമെന്ന്
സൗഖ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു യാഥാർത്ഥ്യമല്ല, നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. Let's read this. സദൃശവാക്യങ്ങൾ 12:18 വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. Shubhapradam, which means it heals others. അതായത് മറ്റുള്ളവരെ Can you heal സൗഖ്യപ്പെടുത്തും. others? Yes, you can. Using your tongue, using your words, you can heal others. അത് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് സുഖം, മറ്റുള്ളവർക്ക് സൗഖ്യത്തെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. And that's how you deal with your wife, with your children, because some of your wives, your husbands are hurt by a sword of your mouths. You're killing your husband, you're killing your wife, you're killing your children with your mouth. Do you realize that? You're getting hurt. Please understand, your mouth can heal them. You have the power to heal them. ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്കും സൗഖ്യം കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെ. പക്ഷെ അതേ നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വാള് പോലെ ആക്കി നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, കുട്ടികളെ, ചുറ്റുപാടുള്ളവരെ, ചർച്ചിലുള്ളവരെയൊക്കെ കുത്തി മുറിവേൽപ്പിച്ച് ഒരിക്കലും പരിക്ക് മാറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിട്ടിരിക്കുകയാണ്. ഇതേ നാവ് ഉപയോഗിച്ച് നമുക്ക് സൗഖ്യം കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. But that will happen only when you let God control your mind. ഇത് സാധിക്കണമെങ്കിൽ, സൗഖ്യപ്രദമായ നാവ് നമുക്ക് വേണമെങ്കിൽ ദൈവം നമ്മുടെ നാവിൽ ഇടപെടാൻ. Oh, by the way, who controls your mind if God does not control your mind? ഇന്ന് ദൈവമല്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആരാ? Ara? You know it, right? I know it, right? You know it, right? And that's where we are. We become Satan in our husbands, in our wives' life, if we don't let God control us. ദൈവത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല നമ്മുടെ നാവിനോട് മനസ്സിനോട് ഇടപെടാൻ എങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമ്മൾ സാത്താനാവും, ഭർത്താവിന്റെ മുമ്പിൽ സാത്താനാവും, മക്കളുടെ മുമ്പിൽ സാത്താനാവും, അപ്പന്റെ അമ്മയുടെ മുമ്പിൽ സാത്താനാവും. Another thing, I want you to raise up people in your family groups to become your next leader. നമ്മുടെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളില് അടുത്ത നായകന്മാരെ നമ്മൾ Do വാർത്തെടുക്കും. you know how to do it? എങ്ങനെയാ ചെയ്യുന്നത്? Simple. Encourage them. ഒരു കാര്യം മാത്രം ചെയ്തത്, അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. That's it. Encourage them. പ്രോത്സാഹിപ്പിക്കുക. He said, bro, there's nobody in my family group who could be my next leader. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുന്നത്? ബ്രോ, എന്റെ ഫാമിലി ഗ്രൂപ്പിന്റെ സ്ഥിതിവിശേഷം പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലീഡറായിട്ട് വരാൻ ഒരാൾ പോലും ഇല്ല. That's not true at all. അത് സത്യമാണ്. God put the right people under you, and you do not even know. You're not opening your eyes to see that person who you could raise up. ദൈവം ശരിയായിട്ടുള്ള ആൾക്കാരെ, യോജിച്ച ആൾക്കാരെ തന്നെയാണ് നമ്മുടെ കീഴിൽ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ആക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. Find one person, even if there's one man or one woman in your house, in your family group, that's all you have. That person is, God wants that person to become a leader. And you encourage that person day and night. Let me tell you, that person will be the person that God wants you to be. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വേറെ ആരുമില്ല, ഒരു ആണും ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. മതി, അവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലായ്പ്പോഴും കാണുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അവരടുത്ത നായകരായിരിക്കും. Amen. Why? എന്തുകൊണ്ട്? God raised you up. Yeah. God raised me up. How dare you tell this person's not right? That person's not right. How dare? God gave us the Holy Spirit. God gave them of the same Holy Spirit. We better respect them and encourage the person who's under us so that they can become disciples. അതെ, അവർക്ക് നായകരാകാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് എവിടുന്ന് വന്നു? നമ്മുടെ അവസ്ഥ ഒന്ന് നോക്ക്, നമ്മൾ എങ്ങനെയായിരുന്നു ഇരുന്നെന്ന് അല്ലെ. അവിടെ ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിച്ചു, വിശ്വസിച്ചു, നമ്മളെ നായകരാക്കി. അതിനേക്കാൾ എത്രയോ ഭേദപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ മിനിസ്ട്രിയിലുള്ള ആൾക്കാരെല്ലാം. ദൈവത്തിൽ വിശ്വസിക്കുക. Okay, do you want to go on? I think I'm tired. You want to keep going? Is it okay? Okay, with your permission, I'll move ahead. We appointed eldership in Coimbatore and Thiagu and Joseph was here in Trivandrum. We appointed them as evangelist minister in Coimbatore and Trichy as well. കോയമ്പത്തൂരിലെ ത്യാഗുവിനെയും ജോസഫിനെയും ഇവാഞ്ചലിസ്റ്റും മിനിസ്ട്രി ലീഡറായിട്ടും ഈ അടുത്തിടയിൽ അവരോധിക്കുകയുണ്ടായി. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു കുറച്ചാള്. Can you do that? You can do that. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. Next time when you come for the KLC, we cannot fit into this hall. You know why? You're going to bring one person with you. Amen. 1 year is enough. Raise them up. Encourage them using good words.
it is possible. Raise them up, bring them and say, this is my family who did it that I raised up. എന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഹാളിൽ മീറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പോയിട്ട് നമ്മൾ അടുത്ത ലീഡറിനെ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ്. അപ്പൊ ഇവിടെ ഒതുങ്ങത്തില്ല. This is the big one. ഇതാണ് കഠിനമേറിയ ഒരു ചോദ്യമാണ്. This is the mind. There's nothing else. Just the mind. The mindset to forgive. എന്നാൽ ഇത് മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് മാത്രമാണ്. നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? You know what Jesus said? യേശു എന്താ പറഞ്ഞത്? ലൂക്കോസിന്റെ 23:34 എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാക്കിക്കൊണ്ടു ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രം വിഭാഗിച്ചു. Yeah, so this is something which is interesting. How can you forgive people? What did Jesus say? നമുക്ക് എങ്ങനെ ആൾക്കാരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കും? യേശു എന്താ പറഞ്ഞത്? Huh? They don't know what they say, what they do. That's all. അവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നത്. പിന്നെ ക്ഷമിക്കാനുള്ള പോലെ. When you have that mindset, it's easy to forgive, right? Yeah. That is the problem. There's a simple mind change. There's a metanoia. You're saying that they don't know what they're talking. They don't know what they're doing. Forgive them. Over. You're free. Otherwise, you'll be holding on to them. You're holding on their beard, holding on their hair. You're pulling their nose, pulling their ears. You're torturing them. Please leave them alone. They don't know what they're doing. Forgive them. കാരണം ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞത്. മനസ്സിന്റെ അന്തരം, മനസ്സിന്റെ മാറ്റം, മനോഭാവത്തിലുള്ള വ്യതിയാനം. കാരണം നമ്മൾ മനസ്സിലാക്കുകയാണ് അവരറിയാതെയാണ് അവർ പറയുന്നത്. അവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരോട് ക്ഷമിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ അവരുടെ താടിയേലും അവരുടെ മീശയിലും മൂക്കിലും ചെവിയിലും കമ്മലിലും സാരിയിലും പാന്റിലും എല്ലായിടത്തും പിടിച്ച് വലിച്ച് അവരെ കീറി ഒരു താറുമാറാക്കിക്കൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. വിടത്തില്ല. Now, one of the biggest things that helps to forgive is being thankful for your own forgiveness. വേറൊരു കാര്യം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് അറിയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ഷമയെ കുറിച്ച് നന്ദിയുള്ളവരാണ്. God, thank you for forgiving me. Thank you for forgiving me. Thank you for. If you keep thinking that way all the time, easy to forgive others. എന്നാലും നമ്മളെപ്പോഴും ദൈവത്തോട് പറയും, ദൈവം എന്നോട് ക്ഷമിച്ചത് നന്ദി. ദൈവം ഞാൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് എന്നോട് ക്ഷമിച്ചല്ലോ. ഈ ഒരു അവസ്ഥയിലായിട്ട് പോലും ദൈവം എന്നോട് ക്ഷമിച്ചല്ലോ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് മനുഷ്യനോടും ക്ഷമിക്കാൻ പറ്റും. But the problem is we're going to take it higher. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മൾ ഉയരത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ മത്തായിയുടെ 5:46 പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. We are talking about your husband and wife who are not the enemies. You're not able to forgive your husband, wife, your children, your father, mother, your neighbor. They're not the enemies. That is so hard for us to forgive. How are you and I going to forgive the enemies? The real enemies. Change of mind. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ നമ്മുടെ ശത്രുക്കളെ അല്ല, നമ്മളെ വേണ്ടിയവരാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ശത്രുക്കൾ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന ആൾക്കാർ, അവരോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? The one thing that Jesus helped us to change our mind is this, that could help us to take it higher. It says, are you willing to sacrifice for others? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഇതാണ് മനസ്സിന്റെ ഒരു രൂപാന്തരത്തെ കുറിച്ച് We're not talking about something else. I'm talking about your husband and wife. Are you willing to sacrifice for them? നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ തന്നെ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ത്യജിക്കാൻ തയ്യാറാണോ? This is something that Jesus said. യോഹന്നാന്റെ 10:14 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. Okay, this is interesting. I want to give my life to the sheep. So ask yourself, how many of your husbands are willing to give your life? Okay, let's do this. A little different. Okay, so if your husband or wife has a kidney failure, how many of you are willing to give your kidney if it matches them? എന്നാൽ ഇപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെ ഭർത്താവിനോ കിഡ്നിക്ക് ഒരു തകരാറുണ്ടാകും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കിഡ്നി ഭാര്യയ്ക്ക് അല്ലെ ഭർത്താവിന് ദാനം ചെയ്യാൻ തയ്യാറാണ്? How many of you will do that? നമ്മൾ എത്ര പേര് തയ്യാറാണ്? Okay, now don't look at the other person. Then lift the hand and say, come home, I'll talk to you. The next question, I'm not going to ask you to lift your hand. Okay, the question is, if your husband or wife has a heart problem and you have to give your heart to that person, how many of you are willing to do that? Which means you have to die.
നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ല ഭർത്താവിന് ഹൃദയത്തിന് തകരാറുണ്ട്, നിങ്ങളുടെ ഹൃദയം മാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്ര പേര് കൊടുക്കാൻ തയ്യാറാകും എന്ന് പറയാൻ അർത്ഥം എന്താ? നിങ്ങൾ മരിക്കേണ്ടി വരും. കൈയൊന്നും പോക്കണ്ട. It's a hard question. It's going to hurt your husband, hurt your wife. Very hard question, but let me tell what Jesus said. യേശു പറഞ്ഞ എന്താണ്? മർക്കോസിന്റെ അല്ല 1 യോഹന്നാന്റെ 3:14 പറയുന്നു, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി അല്ലെ സഹോദരർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. This is serious stuff. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. He's saying you got to give it to your brothers and sisters. If you're not even able to do it for your husband and wife, they cannot give your life. I've asked many congregations. None of them raised their hands. None of the husband, none of the wife said, I will give my heart to my wife, my heart to my husband. ഇപ്പോൾ ഈ ഒരു ചോദ്യം പല സ്ഥലത്ത് പോയിട്ട് പല കൂട്ടായ്മകളിലും പല സഭയിൽ പോയിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ ഹൃദയം കൊടുക്കുമെന്ന്. ഒരാൾ പോലും ഇതുവരെ കൈ പൊക്കിയിട്ടില്ല. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി പറ്റത്തില്ല, ഇവിടെ നല്ല സഹോദരന്മാർക്ക് വേണ്ടി കൊടുക്കാം. Mindset, because we're living for ourselves. We're not living a sacrificial person. We're only living for ourselves. That shows that we don't have the mind of Christ. അർത്ഥം എന്താ? നമ്മുടെ സ്വാർത്ഥമായ ജീവിതം, നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സല്ല ഉള്ളത്. This is not something Jesus is suggesting. He's saying you have to give up your life for your brothers and sisters. ഇവിടെ യേശു പറയുന്ന ഒരു ഓപ്ഷൻ അല്ല തരുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുന്നല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഉപേക്ഷിക്കണം. Okay. The problem is we don't do God's will. We want to do our will. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ ഹിതമാണ് നിറവേറ്റേണ്ടത്. Okay, how is that possible? Jesus said this. This is what he said. യോഹന്നാൻ 6:33 ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. This is the hardest prayer for me. I don't want to pray that God do according to your will. I want to surrender myself. It's so hard for me to. I've tried praying that words from my mouth. I say, but it's half-heartedly I pray. It's hard for me to do that. ഇപ്പോൾ പറയുന്നത് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിച്ച് പകുതി എത്തുമ്പോഴേ ദൈവമേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. But you know what Jesus said? യേശു എന്താ പറഞ്ഞത്? മർക്കോസിന്റെ 14:36 അബ്ബാ പിതാവേ നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞു. I've learned this. In your mind, you're thinking God is my father. A good father will never let go of you or let you go through painful times. He will protect you. When I know it, I will be willing to sacrifice myself for others. കാരണം ദൈവത്തിന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല, തള്ളിക്കളയുമില്ല. ഒരിക്കലും വേദനയുടെ മുഖത്ത് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയാൽ ആ പിതാവിനോട് പറയാൻ പറ്റും, അച്ഛാ അപ്പ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, എന്റെ ഇഷ്ടമല്ല. That's what it is. Abba. Abba. I'm going through painful times. It's very difficult for me. It's not easy. But I know you will help me go through this. That mind, a change of mind of saying God will take care of me. ഇവരുടെ ദൈവത്തോട് പറയുകയാണ്, അപ്പാ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ വളരെ മോശമാണ്, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്കറിയാം അങ്ങേക്ക് സാധിക്കും, അങ്ങനെ സഹായിക്കണമേ. ആ ഒരു അപേക്ഷ. Finally, we come to the end. Do you believe that you have rewarded him? അവസാനത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് പ്രതിഫലം സ്വർഗ്ഗത്തിൽ If I ask you to raise your hands, all of you raise your hands for this. ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് കൈവക്കാൻ പറഞ്ഞ എല്ലാരും കൈവക്കും അല്ലേ? Amen. Amen. But let's see what Jesus did. യേശു എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. It is not when they're going through good times you think about the reward. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴല്ല പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. Jesus went through the cross because he knew there's a reward. എന്നാൽ യേശു ക്രൂശിലൂടെ കടന്നു പോകാൻ തയ്യാറായി. എന്തുകൊണ്ടാണ്? യേശുവിന് അറിയാൻ തന്നെ കാത്തിരിക്കുന്ന വലിയൊരു പ്രതിഫലമുണ്ട്. That needs a change of mind. That's called the metanoia, changing your mind from this to that. അതാണ് മനസ്സിന്റെ അന്തരം എന്ന് പറയുന്നത്. ഈ ഒരു മനോഭാവത്തിൽ നിന്ന്
മറിച്ചുള്ള മനോഭാവത്തിലേക്ക് മാറുക. Your mind is thinking about hell, 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 pain, 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 pain. You're thinking about heaven, 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 heaven. Training your mind. നിങ്ങളുടെ മനസ്സിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നരകത്തെ കുറിച്ച്, വേദനയെ കുറിച്ച്, കഷ്ടപ്പാടിനെ കുറിച്ച്, എല്ലാ ആശങ്കകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സ്വർഗം, സ്വർഗം, സ്വർഗീയമായ അനുഭവം. അതാണ് മനസ്സിന്റെ മാറ്റം. Bitterness, 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 bitterness. Hatred, hatred, hatred. Instead of that, forgiving, forgiving, giving, forgiving. It comes from constantly remembering the Bible words. നിങ്ങൾ നിരന്തരമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ധ്യാനിച്ചെങ്കിൽ മാത്രമേ മനസ്സിന്റെ അന്തരം സംഭവിക്കുകയുള്ളൂ. കൈപ്പേറിയ അനുഭവം, വിദ്വേഷം, കൈപ്പ്, വിദ്വേഷം, കൈപ്പ്, വിദ്വേഷം, ഈ ഒരു ചിന്തയ്ക്ക് പകരമായിട്ട് ക്ഷമിക്കുക, സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, ഇതൊരു ദൈവികമായിട്ടുള്ള മനസ്സിന്റെ അന്തരം. No purpose to having a purpose. I have a purpose. I have to help at least one person know about Christ. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലായ്മയിൽ നിന്ന് ലക്ഷ്യബോധമുള്ള അവസ്ഥയിലേക്ക് വരും. എന്റെ ജീവിതത്തിൽ ഒരാളെങ്കിലും എനിക്ക് സഹായിക്കണം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി. My goal is to please God and the whole family to please God. Keep that as your purpose, and that is what helps you to know God better. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്റെ കുടുംബാംഗങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്തണം. അതാണ് എന്റെ ലക്ഷ്യം. All you have to do in your mind, as for me and my household, we will serve the Lord. If you keep thinking, if you keep understanding that and asking God, help me to do that. If I'm not going to serve my family, what's the use of serving outsiders? നമ്മൾ നിരന്തരം ചിന്തിക്കുക, ഞാനും എന്റെ ഭവനവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിന്തയുടെ ഉദ്ദേശത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ലോകത്തെ മുഴുവൻ നമ്മൾ സേവിക്കുകയാണ്, പക്ഷെ നമ്മുടെ കുടുംബത്തെ നമുക്ക് സേവിക്കാൻ, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കത്തില്ലെങ്കിൽ വൃഥായി പോവില്ലേ നമ്മുടെ ജീവിതം. And I want to think for a moment, we all family group leaders, we take care of family groups, but if your family is not doing well, you should not feel guilty to take time off, get more time with your family, set your family situation right, then come back. The ministry will wait. You can come back and take care of the family group. Focus on your family. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മളെല്ലാവരും തന്നെ ഭൂരിഭാഗം ആൾക്കാരും ഫാമിലി ഗ്രൂപ്പിനെ നയിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കുടുംബം ശരിയായിട്ടല്ല പോകുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഫാമിലി ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. സമയം എടുക്കുക, കുടുംബത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പരസ്പരം രമ്യപ്പെടുക, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. മിനിസ്ട്രി എന്തായാലും കാത്തിരിക്കും നമുക്ക് വേണ്ടി. പക്ഷെ ആദ്യം കുടുംബത്തെ നേരെയാക്കുക. Open my eyes that I may see wonderful things in your law. എന്റെ കണ്ണുകളെ തുറക്കണമേ ദൈവമേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്. All what I've taught is in the Bible. As you read the Bible, you'll see miracles and you'll start praying for those miracles. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ കാണാൻ സാധിക്കും. അതൊക്കെ അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. I told my church, I will not let any of you, your children, to leave the church as long as I'm here in Coimbatore. ഇപ്പോൾ കോയമ്പത്തൂർ ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ കോയമ്പത്തൂർ ചർച്ചിലായിരിക്കുന്നിടത്തോളം കാലം ചർച്ചിലെ ഒരു അംഗവും കുടുംബത്തിലെ ഒരു അംഗവും അകന്നു പോകാനായിട്ട്, വിട്ടുപോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല. Even if you send your children away from your house, we will keep them faithful in our church. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയാൽ അവരെ ദൈവത്തോട് വിശ്വസ്തയുള്ളവരായിട്ട് സഭയിൽ തന്നെ നിലനിർത്തും. Because they are your children. കാരണം അവർ നിങ്ങളുടെ കുട്ടികളാണ്. They are God's children. അവർ ദൈവത്തിന്റെ കുട്ടികളാണ്. We cannot let them go like that. അവരെ വെറുതെ പോകാൻ നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല. This promises is for us and for our children and children's children. That's what Jesus, God promised us when we got baptized. നമുക്കറിയാം, നമ്മൾ സ്നാനം സ്വീകരിച്ച സമയത്ത് ദൈവം നമുക്ക് തന്ന വാഗ്ദാനമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾക്ക്, അവരുടെ സന്താനങ്ങൾക്ക്, അനേക ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. May God bless the family. May God bless your children. Amen. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ.